പ്രസവിച്ച് ഒരു 2 മാസം ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ ഇവൾക്ക് തൈലേറിയ വന്നു. തൈലേറിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്ലഡൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥ, ക്ഷീണം അങ്ങനെയൊക്കെ വന്ന ഒരു അസുഖമായിരുന്നു. അയണിൻ്റെയൊക്കെ കുറവ് വരും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഡെയിലി ഇഞ്ചക്ഷൻ ചെയ്തു. അത് പ്രസവം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ പശുവിന് ഏറ്റവും കൂടുതൽ പാല് കിട്ടിത്തുടങ്ങേണ്ട സമയത്തായിരുന്നു അവൾക്ക് ആ അസുഖം വന്നത്. അതുകൊണ്ട് ഇവൾക്ക് ഞങ്ങൾക്ക് ഏതായാലും രാവിലെ 10 ലിറ്ററും വൈകുന്നേരം ഒരു 6 ലിറ്ററും അങ്ങനെ ഒരു 10-16 ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്നതാണ് അവൾക്ക് ആ 1 മാസം കൊണ്ട്. പിന്നെ ഈ 1 മാസം കഴിഞ്ഞപ്പോൾ ഈ അസുഖം തുടങ്ങി കഴിഞ്ഞപ്പോൾ പാല് പറ്റിയിട്ട് വെറും 1 ലിറ്റർ, അതായത് കുഞ്ഞിന് കുടിക്കാൻ പോലും പാലില്ലാത്ത അവസ്ഥയിലേക്ക് പോയായിരുന്നു. പിന്നെ പല വീഡിയോയിലും ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ പറയണ്ടായിരുന്നു തൈലേറിയ വന്ന പശുവിനെ വളർത്താൻ പറ്റില്ല, അതിനെ കൊടുത്തു കളയുക നല്ലതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ, ഞങ്ങൾക്ക് ഇവിടെ നമ്മൾ നല്ല വില കൊടുത്താണ് ഇതിനെ വാങ്ങിച്ചത്. അന്ന് ഞാൻ ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 74 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഇവിടെ എത്തിച്ചു തന്നതിന് ഒരു 7000 രൂപ നമുക്കായി. അങ്ങനെ 81 രൂപ 82 രൂപയുടെ അടുത്ത് നമുക്ക് ചിലവ് വന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് വെറുതെ വെട്ടുകാർക്ക് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതിന് നിർത്തി. ഈ അസുഖം എങ്ങനെ ഭേദമാക്കി എടുക്കണം എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഹെൽത്തിൽ പറഞ്ഞ്, അപ്പോൾ ഹെൽത്തുകാർ തന്നെ വന്ന് അവർ എന്നും ഇഞ്ചക്ഷൻ ചെയ്യും ഒക്കെ ചെയ്തിട്ട് അവർ ആംബുലൻസുമായിട്ട് വരും. നമുക്ക് കുഴപ്പമൊന്നുമില്ല. അവർ അതിനുള്ള സർവീസ് ചാർജ് ഒരു 500 രൂപ കൊടുത്താൽ മതി. ബാക്കി എല്ലാം ഇപ്പോൾ ഡെയിലി ഇത്ര ഇഞ്ചക്ഷൻ 5 ഇഞ്ചക്ഷൻ ചെയ്തായിരുന്നു. പിന്നെ അത് മാറാനായിട്ട് വീണ്ടും അതുപോലെ ചെയ്തു. പിന്നെ അതിൻ്റെ അയൺ കൊടുത്തു. പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് മാറി. അപ്പോഴേക്കും പാല് കുഞ്ഞ് കുടിക്കുമായിരുന്നു. 1 ലിറ്റർ പാലൊക്കെ 2 ലിറ്റർ പാല് നമ്മൾ കറന്നാൽ കിട്ടുള്ളൂ. എന്നാലും കറക്കാതിരുന്നില്ല. പാല് കുറഞ്ഞെങ്കിലും ഞങ്ങൾ കറക്കുമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം കുറഞ്ഞു തുടങ്ങി. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും തീർത്തും അസുഖം മാറി. പിന്നെ അവരുടെ ഹെൽത്ത് ശരിയാവണമായിരുന്നു. അപ്പോൾ അതിനുള്ള പിന്നെ പ്രോട്ടീനും അതും ഇതുമൊക്കെ മരുന്നുകൾ ചെയ്ത്, പിന്നെ അയൺ അടങ്ങിയ പിന്നെ മിനറൽസും അയണും ഒക്കെ അടങ്ങിയിട്ടുള്ള പൊടികൾ സപ്ലിമെൻ്റൊക്കെ നമ്മൾ കൊടുത്തു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ രീതിയിലൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തതുകൊണ്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പാല് കയറാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയമായിരുന്നു, പാല് കയറാനുണ്ടായിരുന്നില്ല. 2 മാസം കഴിഞ്ഞിട്ടും അസുഖം മാറി ഒരാഴ്ച കഴിഞ്ഞിട്ടും പാലങ്ങനെ വന്നില്ല. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പാല് കയറി വന്നു. വീണ്ടും രാവിലെ 8 ലിറ്ററിൻ്റെ അടുത്ത് കിട്ടി. പിന്നെ 9 അങ്ങനെയൊക്കെ ആയി തുടങ്ങി. പിന്നെ വൈകുന്നേരം അതുപോലെ തന്നെ. അങ്ങനെ എന്തായാലും ഒരു 15 ലിറ്ററിൽ കുറയാതെ കിട്ടുമായിരുന്നു 2 നേരവും കൂടെ. അത് അസുഖം കഴിഞ്ഞിട്ട് ഞങ്ങളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്രയും കിട്ടുമെന്ന്. പിന്നെ അവളുടെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 3 മാസം കഴിഞ്ഞിട്ട് 3-4 മാസം ആദ്യത്തെ പിന്നെ മതി കാണിച്ച് 1 മാസം കഴിയാണ്ട് അവളെ 1-2 മാസം കഴിഞ്ഞിട്ട് കുത്തിവെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്.